ഇടുക്കി അടിമാലിയിലെ മണ്ണിടിച്ചിലിൽ ദുരന്തബാധിതർ നാളെ മുതൽ പട്ടിണി സമരം ആരംഭിക്കും. അധികൃതർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. 5 ദിവസമായി കരാർ കമ്പനിയായ EKKയുടെ യാർഡിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ചെയ്യുകയാണ് 30-ലധികം കുടുംബങ്ങൾ. ഇന്ന് കളക്ടറേറ്റിൽ ചർച്ച നടക്കും. ഇന്നും കൂടെ കൂടി തീരുമാനമായില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം നിങ്ങൾ പട്ടിണി സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനത്തിലേക്ക് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഞങ്ങൾക്കൊരു ഉറപ്പായി ഇന്നതാണ് നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് കഴിഞ്ഞ് ആരും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയും ഞങ്ങളെ ഈ കബളിപ്പിക്കുന്ന ഈ അവസ്ഥയാണെങ്കിൽ ഞങ്ങൾക്ക് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല. ജനകീയമായ രീതിയിൽ ഏതാണ് ഒരു മാർഗം അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഇന്നലെ ഒരു കുഞ്ഞിന്റെ പ്രതികരണം കണ്ടു. ആ കുഞ്ഞിന്റെ പ്രായത്തിനോ പക്വതയ്ക്കോ ചേരുന്ന തരത്തിലല്ല, പക്ഷേ ജീവിതം ഒരു വലിയ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് പോലും പുറത്തേക്ക് വരുന്ന വാക്കുകൾക്ക് വലിയ വേദന നമ്മുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. 10-30 കുടുംബങ്ങൾ പട്ടിണി സമരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ സംവിധാനത്തിന് കഴിയില്ലേ? അത് മറ്റ് നിർവാഹമില്ലാതെ വന്നതോടെയാണ് ഈ ദുരന്തബാധിതരായിട്ടുള്ള പാവങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. കഴിഞ്ഞ 5 ദിവസമായി അടിമാലിയിലുള്ള EKK എന്ന കമ്പനിയുടെ യാർഡിന് മുന്നിൽ സമരം നടത്തി വരികയാണ്. അതിൽ കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്, രോഗങ്ങളുള്ള ആളുകളുണ്ട്. ഇങ്ങനെ മറ്റ് നിർവാഹമില്ലാതെ വന്നതോടെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇന്നലെ രാത്രി ADMന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകൾ ഈ സമരപന്തലിലെത്തി ചർച്ച നടത്തിയെങ്കിലും അതിൽ തീരുമാനമുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് കളക്ടറേറ്റിലാണ്. കളക്ടറേറ്റിൽ ADMന്റെ ഓഫീസിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ADM ആയിട്ടുള്ള ഷൈജു P ജേക്കബിന്റെ ഓഫീസിലാണ് ഇപ്പോൾ ഈ ദുരന്തബാധിതരും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകളും MLAയും സ്ഥലം MLAയും ഉൾപ്പെടെയുള്ള ആളുകളും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇവർ പറയുന്നത് കൃത്യമായ ഉറപ്പില്ലാതെ ഈ സമരത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് പറയുന്നത്. ദേവികുളം MLA ആയിട്ടുള്ള A രാജയുണ്ട്, CPMന്റെ ജില്ലാ സെക്രട്ടറി C വർഗീസ്, അതുകൂടാതെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ചർച്ചയിൽ അന്തിമ തീരുമാനമാവുകയാണെങ്കിൽ ഈ സമരത്തിൽ നിന്നും ഈ ദുരന്തബാധിതർ പിന്മാറും, അല്ലെങ്കിൽ വീണ്ടും ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അവർ ഊന്നി പറയുന്ന കാര്യം, ഇന്ന് തീരുമാനമായില്ലെങ്കിൽ നാളെ മുതൽ പട്ടിണി സമരത്തിലേക്ക് പോകും എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ചർച്ചയ്ക്ക് ശേഷം വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ആ ചർച്ച ഇവിടെ ഇപ്പോൾ ADMന്റെ ഓഫീസിൽ പുരോഗമിക്കുകയാണ് മാധു. എന്താണെങ്കിലും ഈ സംഭവം നടന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും കൃത്യമായ ഉറപ്പുകൾ, പ്രത്യേകിച്ച് ഈ വാടക വീടുകളിലേക്ക് 30ഓളം ആളുകൾ മാറിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായ വാടക ലഭിക്കുന്നില്ല. അതുകൂടാതെ ഇൻഷുറൻസ് പരിരക്ഷയായി 1 രൂപ പോലും ലഭിച്ചിട്ടില്ല. അതുകൂടാതെ പുനരധിവാസം ഇതുവരെയും സാധ്യമായിട്ടില്ല. ഇങ്ങനെ കുറേയധികം ഉറപ്പുകൾ നൽകിയിട്ടും ഇതെല്ലാം പാഴ്വാക്കാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. ശക്തമായ വെയിലുണ്ട്, പൊടിയുണ്ട്, അതുകൂടാതെ രാത്രിയിൽ തണുപ്പുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അതൊരു അതിജീവന പോരാട്ടം എന്ന നിലയിലാണ് സമരവുമായി ഇപ്പോഴും അവർ മുന്നോട്ട് പോകുന്നത്. മാധു, ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒക്ടോബർ 25-നാണ് അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. 10-30 കുടുംബങ്ങൾക്കാണ്. അന്ന് വരെ കെട്ടിപ്പടുത്തതെല്ലാം കൂട്ടിവെച്ചതെല്ലാം സാധാരണക്കാരായ മനുഷ്യരാണ്. ആരും കൈവെള്ളയിൽ വെച്ചു കൊടുത്തതുപോലെ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയത്. വീടെടുത്ത് നൽകാം, ഇൻഷുറൻസ് പരിരക്ഷ നൽകാം, ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് അന്ന് സംവിധാനം പറഞ്ഞു. ഒന്നും നടന്നില്ല. നാളെ മുതൽ നമ്മളൊക്കെ മൃഷ്ടാന്നം ഭക്ഷിച്ച് നമ്മുടെയൊക്കെ ജോലിയൊക്കെ ചെയ്ത് നമ്മളൊക്കെ വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് 10-30 കുടുംബങ്ങൾ പട്ടിണി സമരത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ വീണ്ടും കാണേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം.